തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ വ്യാപക ക്രമക്കേട്. CITU നേതാക്കൾ ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്തത് 23 ലക്ഷത്തോളം രൂപ. ക്രമക്കേട് പുറത്തു വന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ. തട്ടിപ്പ് നടത്തിയ CITU നേതാക്കളെ സംരക്ഷിച്ച് ദേവസ്വം ബോർഡ്. ദേവസ്വം മുൻ കമ്മീഷണർ CN രാമൻ, ഉദ്യോഗസ്ഥ SS സന്ധ്യ എന്നിവർക്കെതിരെയാണ് ഗുരുതര കണ്ടെത്തൽ. ജനം എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, വലിയ ക്രമക്കേട്, ലക്ഷങ്ങളുടെ വെട്ടിപ്പ്, എന്നിട്ടും CITU നേതാക്കൾ ആയ ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് പരിപൂർണമായ സംരക്ഷണവും നൽകുകയാണ് ദേവസ്വം ബോർഡ്, അല്ലേ? തട്ടിപ്പ് നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവർക്ക് സ്ഥാനക്കയറ്റവും മറ്റും നൽകി സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തിരുവല്ലം ക്ഷേത്രത്തിൽ 2019 മുതൽ 21 വരെ കാലയളവിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് 2022 ഏപ്രിൽ മാസത്തിൽ നടന്ന ഓഡിറ്റിലാണ് കണ്ടെത്തുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ അപഹരിച്ചാൽ അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവരെ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകതയുമുണ്ട്. നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് വലിയ ക്രമക്കേട് കാണിക്കുന്നു. പക്ഷേ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല. പകരം അവർക്ക് സ്ഥാനക്കയറ്റങ്ങളും ഉന്നത സ്ഥാനമാനങ്ങളും നൽകുന്നു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു രീതി എന്നുള്ളത്. ഇപ്പോൾ ഈ CITU നേതാക്കളായിട്ടുള്ള CS രാമൻ, അതോടൊപ്പം തന്നെ CN രാമൻ, SS സന്ധ്യ, ഇവർ രണ്ടുപേരും 2019 മുതൽ 21 വരെയുള്ള കാലയളവിൽ 2 തവണ ഈ പറയുന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായി തിരുവല്ലം ക്ഷേത്രത്തിൽ ഇരുന്നവരാണ്. ഇവരുടെ തട്ടിപ്പ് എന്നുള്ളത് വിവിധ രജിസ്റ്ററുകളിൽ എഴുതേണ്ട വഴിപാട് പണം തട്ടിയെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്താതെ, ഒപ്പം ഈ കെടാവിളക്കിലൊക്കെ ഒഴിക്കുന്ന എണ്ണ അതിൻ്റെ ടാങ്കർ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് മഹസറിൽ രേഖപ്പെടുത്തണമെന്നുണ്ട്. അങ്ങനെ മഹസറിൽ രേഖപ്പെടുത്താതെ വിവിധ സമയങ്ങളിൽ എണ്ണ മാറ്റിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ക്ഷേത്രത്തിൽ നൽകുന്ന പ്രഭാത കഞ്ഞിയിൽ വരെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ സംഘം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ഓഡിറ്റ് രേഖകൾ കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഈ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ആദ്യഘട്ടത്തിൽ ഓഡിറ്റ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓഡിറ്റ് നടത്തി ഈ തട്ടിപ്പ് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥരുടെ സ്വന്തം കൈപ്പടയിലുള്ള രേഖയാണ്, അതിൻ്റെ മനുസ്ക്രിപ്റ്റാണ്. ഈ വിവരാവകാശ രേഖ നിയമപ്രകാരം നമ്മൾ ലഭ്യമാക്കുകയും അതിപ്പോൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, ഈ ഉദ്യോഗസ്ഥ ഓഡിറ്റ് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് മുകളിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ ഓഡിറ്റിനെ വെരിഫൈ ചെയ്യിക്കുകയും ആ ഓഡിറ്റ് കൃത്യമായി ശരിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തതിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മറ്റൊരു തരത്തിലുള്ള നടപടിയാണ്. CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, CITU സംഘടന, അതായത് ദേവസ്വം ബോർഡിലെ CITU സംഘടനയുടെ സംസ്ഥാന നേതാക്കളായിരുന്ന ഇരുവരെയും സംരക്ഷിക്കാൻ വേണ്ടി ഈ ഓഡിറ്റ് രേഖ പൂഴ്ത്തുകയും പകരം മറ്റൊരു ചെറിയ തട്ടിക്കൂട്ട് ഓഡിറ്റ് നടത്തി ഈ 2 പേരിൽ നിന്ന്, CN രാമനിൽ നിന്ന് ഏതാണ്ട് 70,000 രൂപയും ഒപ്പം SS സന്ധ്യയിൽ നിന്ന് 56,000 രൂപയും ഈടാക്കിക്കൊണ്ട് ഈ തട്ടിപ്പിലെ ഈ ലക്ഷങ്ങൾ തട്ടിച്ച് ഏതാണ്ട് 23 ലക്ഷം രൂപ നഷ്ടമായതെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. KP ആ തട്ടിപ്പങ്ങ് ഒത്തുതീർപ്പാക്കി വിട്ടു എന്നുള്ളതാണ്. പിന്നീട് CN രാമനെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായും ദേവസ്വം കമ്മീഷണറായും നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. SS സന്ധ്യ ആകട്ടെ പിന്നീട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതിനുശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ, ഇപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള PD സന്തോഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും അവരെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ, CITU നേതാക്കളെ അവരെ സംരക്ഷിച്ചു നിർത്തുകയും അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ CN രാമൻ അടക്കമുള്ള ആളുകളിൽ നിന്ന് വെറും 70,000 രൂപ മാത്രം നഷ്ടപരിഹാരം ഈടാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് നിയമപ്രകാരം തെറ്റാണ്. പ്രത്യേകിച്ച് ഇവർ തട്ടിയെടുത്തു എന്ന് ഓഡിറ്റിൽ കണ്ടെത്തിയ മുഴുവൻ പണവും തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പകരം ചില ക്രമക്കേടുകൾ നടത്തി മറ്റൊരു തട്ടിക്കൂട്ട് ഓഡിറ്റ് ഉണ്ടാക്കി ആ ഓഡിറ്റ് പ്രകാരം ഏതാനും 10,000 വരുന്ന, അല്ലെങ്കിൽ 70,000 രൂപ പോലെ തുച്ഛമായിട്ടുള്ളൊരു തുക അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ബാക്കി ഇത്രയും ഏതാണ്ട് 2 പേരുടെ തട്ടിപ്പ് കൂടി 23 ലക്ഷം രൂപയാണ്. ആ പണം മുഴുവൻ ആ തട്ടിയെടുത്തവർക്ക് തന്നെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ദേവന്റെ പണമാണ്, ഏത് രീതിയിലും തട്ടിയെടുക്കാം. അത് ഉച്ചക്കഞ്ഞിയിലാണെങ്കിലും ശരി, അമ്പലക്കഞ്ഞിയിലാണെങ്കിലും ശരി മോഷണം നടത്താം. ആ മോഷണം നടത്തുന്നത് പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകാതിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒട്ടനവധി അമ്പലക്കള്ളന്മാരെ ഈ രീതിയിൽ സംരക്ഷിച്ചു പിടിക്കുകയാണ് ആ ദേവസ്വം ബോർഡ് സംവിധാനം.
യെസ്, അത് തന്നെയാണ്. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് സ്വന്തക്കാരാണെങ്കിൽ ഏത് വിധത്തിലും സംരക്ഷിക്കും, അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകും. അത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.